ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു BA ട്യൂട്ടോറിയൽ. അപ്പോൾ ഇന്ന് സൈക്കോളജിയുടെ ഒരു മോക്ക് ടെസ്റ്റുമായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാ കാറ്റഗറിക്കാർക്കും ഒരുപോലെ യൂസ്ഫുൾ ആകുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും നാൾ ചെയ്ത മോക്ക് ടെസ്റ്റും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് ഈ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് വാങ്ങാൻ പറ്റുന്നോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, സൈക്കോളജിക്കാരെ മറന്നോ, ഫസ്റ്റ് പേപ്പറുകാരെ മറന്നോ, എന്താ സൈക്കോളജിയുടെ ക്ലാസ് ഇടാത്തേ എന്നൊക്കെ. അപ്പോൾ ശരിക്കും മറന്നതൊന്നുമല്ല, കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് അറിയാം എന്താണ് കാര്യങ്ങളെന്നൊക്കെ, ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പിന്നെ 2 ദിവസം ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു, അപ്പോൾ ലാപ്പ് ഇവിടെയായിരുന്നു. അപ്പോൾ ലാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ക്ലാസ് എടുക്കാത്തത്. സൈക്കോളജി ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലാപ്പ് അത്യാവശ്യമാണ്. കാരണം PPT ഒക്കെ തയ്യാറാക്കണമെങ്കിൽ ലാപ്പ് വേണം. അതുകൊണ്ടാണ് ക്ലാസ് ഇടാത്തത്, അല്ലാണ്ട് ആരെയും മറന്നിട്ടല്ല. പിന്നെ ഒരു കാര്യമെന്ന് പറയും, ക്ലാസ്സുകൾ വളരെ കുറവായിരിക്കും. ഇത്രയും നാൾ വെക്കേഷനൊക്കെ ആയിരുന്നു, ഈ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ ഇനി അതിൻ്റേതായിട്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ബഹളമൊക്കെ ആയിട്ട് വരും. അപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ എനിക്ക് നമ്മളുടെ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കും അതുപോലെ തന്നെ ഈ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ട ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ എന്തായാലും എന്നോട് സഹകരിക്കുക. നിങ്ങൾക്ക് ഇനി തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ക്ലാസ്സുകൾ ഞാൻ ഉറപ്പായിട്ടും തരും. പക്ഷേ എന്നാലും ആ ഒരു ക്ലാസ്സുകൾ വളരെ കുറവായിരിക്കും. പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നത് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ തന്നെയാണ് കേട്ടോ. അത് ഒരുപാട് പേര് കമൻറ്റിൽ പറയുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പരീക്ഷയ്ക്ക് ജയിച്ച കുട്ടികൾ തന്നെ പറയുന്നുണ്ട്, ഈ 3 മോക്ക് ടെസ്റ്റുകൾ ചെയ്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, കയറി പോകും എന്നുള്ളതും അവർ ഒരുപാട് തവണ പറയുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കൂടി ട്രൈ ചെയ്യുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഇത്രത്തോളം സിലബസിൽ നിന്ന് തന്നെ നമുക്ക് ഇത്ര പഠിച്ചാൽ തന്നെ ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റുകൾ ക്ലാസ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഒരു ക്ലാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള PPTയുടെ വർക്കിലാണ്. ഇപ്പോൾ ചെയ്യുന്നത് ഇവാലുവേഷൻ ടൂൾസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ചെയ്യുന്നത്. ഇവാലുവേഷൻ ടൂൾ, പ്രധാനപ്പെട്ട ഇവാലുവേഷൻ ടൂൾ ഏതൊക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചത് തന്നെയാണ്. കൺസിസ്റ്റൻസി, റിലയബിലിറ്റി, വാലിഡിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു PPT ചെയ്തുകൊണ്ടിരിക്കുന്നു. സമയക്കുറവുകൾ കാരണമാണ് ഇടാൻ പറ്റാത്തത്. ഓക്കെ, എന്തായാലും 2 ദിവസത്തിനകത്ത് ആ ഒരു വീഡിയോയും നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇപ്പോൾ Ktetൻ്റെ കാറ്റഗറി 2നും കാറ്റഗറി 3ക്കും സോഷ്യൽ സയൻസ് ചൂസ് ചെയ്തിട്ടുള്ളവർക്ക്, അപ്പോൾ ഇത് നമ്മൾ HSCയുടെ ക്ലാസ്സുകളിൽ ഈ ഒരു സെക്ഷൻ, അതായത് Ktetൻ്റെ സിലബസുകളുടെ പാർട്ട് വരുമ്പോൾ ഞാൻ അതിൽ ഓൾറെഡി പിൻ ചെയ്യുന്നുണ്ട് Ktetൻ്റെ സിലബസ് ആണ് എന്നുള്ളത്. അത് കൂടാണ്ട് തന്നെ ഇപ്പം ഞാനൊരു പുതിയൊരു പ്ലേലിസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്, Ktetൻ്റെ സിലബസ്, SS-ൻ്റെ Ktetൻ്റെ സിലബസ് ക്ലാസ്സുകളെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ഓൾറെഡി HSCക്ക് ചെയ്യുന്നതാണ്, ഞാൻ അതിൽ കൂടി പിൻ ചെയ്തിടുന്നേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടാൽ നിങ്ങൾക്ക് ആ സിലബസ് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം കോമൺ ആയിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റിലേക്ക് പോവാം. അതുപോലെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. കീ നോട്ട്സ് എഴുതണമെന്നുണ്ടെങ്കിൽ കീ നോട്ട്സ് എഴുതി പോവുക. പുതുതായിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും എഴുതി പോവുക. ഇത് നമ്മൾ റെഫർ ചെയ്തെടുത്ത ചോദ്യങ്ങളാണ്, പ്രീവിയസ് ക്വസ്റ്റ്യങ്ങൾ അല്ല. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ലേണിംഗ് ബൈ അസോസിയേഷൻ ഈസ് എംഫസൈസ്ഡ് ഇൻ കോഗ്നിറ്റീവ് ലേണിംഗ്, ഇൻസൈറ്റ്ഫുൾ ലേണിംഗ്, കണ്ടീഷനിങ്, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ആൻസർ കണ്ടീഷനിങ് ആണ്. ലേണിംഗ് ബൈ അസോസിയേഷൻ എന്ന് പറയുന്നത് കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തെ ചോദ്യം, ഇഫ് എ സ്റ്റുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ആൻഡ് അക്സെപ്റ്റ് ഹിസ് പിയർ ഗ്രൂപ്പ് who are different from him many aspects, he or she shows self-respect, empathy, interpersonal skill, self-reliance. ആൻസർ ഇവിടെ വരുന്നത് എമ്പതിയാണ്. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഒരു കുട്ടി ആ കുട്ടിയുടെ കൂട്ടുകാരിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, പല പല കാര്യങ്ങളിൽ ഡിഫറെൻ്റ് ആണ് എന്ന് ആ കുട്ടിക്ക് തന്നെ മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് മറ്റുള്ളവരുമായി പെരുമാറുന്നു എന്നുണ്ടെങ്കിൽ അതിനെ എമ്പതി എന്നാണ് പറയുന്നത്. ഓക്കെ,
അതായത് എമ്പതി എന്ന് പറയുമ്പോൾ എന്താണ്? ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഷെയർ ദ ഫീലിംഗ് ഓഫ് അനദർ എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്? മറ്റുള്ളവരുടെ കഴിവുകളെക്കുറിച്ച് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്ത് പെരുമാറാനുള്ള കഴിവാണ് എമ്പതി. ഓക്കെ, ഇനി അടുത്ത് മൂന്നാമത്തെ ചോദ്യം. ഓൾട്ടർനേഷൻ ഇൻ പ്രസൻറ്റിംഗ് ദി ടാസ്ക് ദാറ്റ് അലൗ ചിൽഡ്രൻ വിത്ത് ലേണിംഗ് ഡിസബിലിറ്റീസ് ടു കംപ്ലീറ്റ് ദ സെയിം അസൈൻമെൻറ്റ് as other students is assistive technology, accessibility, remedial teaching, accommodation. ആൻസർ ഇവിടെ വരുന്നത് അക്കോമഡേഷൻ ആണ്. ഇവിടെ എന്താ പറയുന്നത്? പഠന വൈകല്യമുള്ള കുട്ടികളെ മറ്റ് വിദ്യാർത്ഥികളെ പോലെ തന്നെ അസൈൻമെൻറ്റ് പൂർത്തിയാക്കാൻ വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം എന്താണ് എന്നുള്ളതാണ്. അതെന്താണ്? അത് അക്കോമഡേഷനാണ്. അടുത്ത് നാലാമത്തെ ചോദ്യം. ഇഫ് ആൻ 8th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ലോജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ലൈഫ് സ്കിൽ ഡസ് ഹി ഡെമോൺസ്ട്രേറ്റ്? പ്രോബ്ലം സോൾവിംഗ്, ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ആൻസർ ഏതാണ്? ഇവിടെ ആൻസർ വരുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് ആണ്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് വെച്ചാൽ എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ലോജിക്കൽ കണക്ഷൻ, രണ്ട് ഐഡിയാസുകളുടെ ലോജിക്കൽ കണക്ഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു സ്കില്ലാണ് ക്രിട്ടിക്കൽ തിങ്കിങ്. അത് മനസ്സിലാക്കി വെച്ചോളാം. അതുപോലെ തന്നെ റാഷണലി ആയിട്ട് ചിന്തിക്കുന്നു, അതുപോലെ തന്നെ എന്താണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്നു, റിഫ്ലക്റ്റീവായിട്ട് ചിന്തിക്കുന്നു, അതെല്ലാമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിലും ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് എന്നുള്ളത് ഓർമ്മിച്ചോളണം. എന്ത് പറഞ്ഞു? രണ്ട് ഐഡിയാസ് തമ്മിലുള്ള കണക്ഷനെ തമ്മിൽ, അതായത് ലോജിക്കൽ കണക്ഷനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് ഐഡിയകളുടെ ലോജിക്കൽ കണക്ഷൻ നമ്മൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ലോജിക്കൽ കണക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ക്രിട്ടിക്കൽ തിങ്കിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റാഷണൽ തിങ്കിങ്, അതുപോലെ തന്നെ എന്താണ് റിഫ്ലക്റ്റീവ് തിങ്കിങ്, ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, അതെല്ലാം ക്രിട്ടിക്കൽ തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അഞ്ചാമത്തെ ചോദ്യം. റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ RCI Act was passed in the year 1992, 1995, 1999, 2002. ആൻസർ ഏതാണ്? 1992 ആണല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലേ. അടുത്ത് ആറാമത്തെ ചോദ്യം. The major specific incidents of a child is recorded in cumulative record, sociometric record, anecdotal record, rating record. ആൻസർ ഏതാണ്? ആൻസർ ഇവിടെ വരുന്നത് അനക്ഡോട്ടൽ റെക്കോർഡാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്ലാസ്സാണ് ഞാൻ ഓൾറെഡി ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. ഇനി ഇവിടെ ഇപ്പോൾ നിങ്ങളിപ്പോൾ എക്സാം ടൈമിലാണ് ഇത് കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഓർമ്മ വരുന്നതിന് വേണ്ടിയിട്ടൂടി പറഞ്ഞു തരികയാണ്. അനക്ഡോട്ടൽ റെക്കോർഡ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിയുടെ ലൈഫിലെ പ്രധാനപ്പെട്ട ഇൻസിഡൻസ് എഴുതി സൂക്ഷിച്ചു വെക്കുന്ന റെക്കോർഡാണ് അനക്ഡോട്ടൽ റെക്കോർഡ്. ക്യുമുലേറ്റീവ് റെക്കോർഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു വ്യക്തിയുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും, ഒരു കുട്ടി സ്കൂളിൽ ജോയിൻ ചെയ്ത് ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യുന്നത് വരെ ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും, ഫിസിക്കലായിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ളതും ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്ന, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. അനക്ഡോട്ടൽ എന്ന് പറയുമ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസിഡൻസ് ആണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അത് മറന്നു പോകരുത്. സ്പെസിഫിക് ഇൻസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ അത് അനക്ഡോട്ടൽ റെക്കോർഡാണ്. ഇനി അടുത്ത് ഏഴാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു എറിക്സൺ, എ ചൈൽഡ് എൻറ്ററിങ് അഡോളസൻസ് ക്യാൻ എക്സ്പെക്ട് മേജർ ഡെവലപ്മെൻറ്റൽ ടാസ്ക് ഡിമാൻഡ് ടു സെൻറ്റർ അറൗണ്ട് ദ നീഡ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് വൺസ് സെൽഫ്, develop trust in others, achieve intimacy with others, acquire personal autonomy. ആൻസർ ഇവിടെ ഏതാ വരുന്നത്? സെൻസ് ഓഫ് സെൽഫ് ആണ് അല്ലേ. അഡോളസൻസ് പീരീഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അഡോളസൻസിലെ ഡെവലപ്മെൻറ്റൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡെവലപ്പ് എ സെൻസ് ഓഫ് വൺസ് സെൽഫ്. ബാക്കിയുള്ളതൊക്കെ നമുക്കറിയാം, നമ്മൾ പല പല സ്റ്റേജുകളിൽ പഠിച്ചിട്ടുള്ള ഓരോരോ ഫീച്ചേഴ്സാണ് അല്ലേ. ട്രസ്റ്റ്, ഇൻറ്റിമസി, ഓട്ടോണമി, ഇതൊക്കെ. ഇനി അടുത്ത എട്ടാമത്തെ ചോദ്യം. എ സീരീസ് ഓഫ് മൂവ്മെൻറ്റ്സ്
that has been learned through practice which lead to perfection is known as learning, maturation, skill, habit. ആൻസർ ഏതാണ്? ആൻസർ ഇവിടെ വരുന്നത് സ്കില്ലാണ് ഇല്ലേ? ഇവിടെ എന്താ പറയുന്നത്? എ സീരീസ് ഓഫ് മൂവ്മെൻ്റ് ആണ് ദാറ്റ് ഹാസ് ബീൻ ലേൺഡ് ത്രൂ പ്രാക്ടീസ്. പ്രാക്ടീസിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഒരു സീരീസ് ഓഫ് മൂവ്മെൻ്റ് ആണ്. പ്രാക്ടീസിലൂടെ പെർഫെക്ഷൻ നേടിയെടുക്കാനും പറ്റുന്നു. അപ്പോൾ എന്തിൻ്റെ പെർഫെക്ഷനാണ് നമ്മൾ എടുക്കുന്നത്? സ്കില്ലാണ് അല്ലേ? അപ്പോൾ സ്കില്ലെന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് മൂവ്മെൻ്റ് ആണ്. ഇത് നമ്മൾ ലേൺ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ്. ഈ സ്കില്ല് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സ്കില്ലിൽ പെർഫെക്റ്റ് ആവും, അല്ലെങ്കിൽ പെർഫെക്ഷൻ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അടുത്ത 9ാമത്തെ ചോദ്യം. അർജുൻ ഫൈൻഡ്സ് ഫോൾട്ട് വിത്ത് ദ ടീച്ചർ ഫോർ ഹിസ് ഫെയിലിയർ ഇൻ സ്കോറിംഗ് മാർക്സ് ഡ്യൂ ടു ഇൻആഡിക്വേറ്റ് പ്രിപ്പറേഷൻ. ഈസ് യൂസിംഗ് ദ മെക്കാനിസം റാഷണലൈസേഷൻ, പ്രൊജക്ഷൻ, വിഡ്രോവൽ, റെഗ്രഷൻ. ആൻസർ ഏതാണ് ഇവിടെ വരുന്നത്? ആൻസർ വരുന്നത് പ്രൊജക്ഷനാണ്. നമുക്കറിയാം ഇവിടെ എന്തുകൊണ്ടാണ് ഒരാളുടെ തെറ്റിനെ മറച്ചു വെക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്നു ഇല്ലേ? അതേതാണ്? അത് പ്രൊജക്ഷനാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത 10ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇമോഷണലി ഇൻ്റലിജൻറ്റ് പേഴ്സൺ? സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, എമ്പതി, സെൽഫ് അഗ്രഷൻ. ആൻസർ ഏതാണ്? ആൻസർ സെൽഫ് അഗ്രഷനാണ്. അഗ്രഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ആക്രമണ സ്വഭാവമാണ് അല്ലേ? അപ്പോൾ സെൽഫ് അഗ്രഷൻ എന്ന് പറയുന്നത് ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. സെൽഫ് അവെയർനെസ്, സെൽഫ് റെഗുലേഷൻ, എമ്പതി ഇതൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആരുടെ? ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പേഴ്സണിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. 11ാമത്തെ ചോദ്യം. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് അറ്റ് യൂണിഫോം റേറ്റ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂസ്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് ഡയമെൻഷൻസ് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ്. ഓൾ ഓഫ് ദി അബവ്. ഇവിടെ ആൻസർ ഏതാ വരുന്നത്? ആൻസർ വരുന്നത് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻ വേരിയസ് ഡയമെൻഷൻസ് ആർ ഇൻ്റർ റിലേറ്റഡ് ആൻഡ് ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആണ്. 12ാമത്തെ ചോദ്യം. ഹൂ ആർ ദ 3 പാർട്ടിസിപ്പൻസ് ഓഫ് ഫോർമേറ്റീവ് അസസ്മെൻറ്റ്? ഹെഡ്മിസ്ട്രസ്, ലേണർ, പിയർ. ടീച്ചർ, ലേണർ, ഹെഡ്മിസ്ട്രസ്. ടീച്ചർ, ഹെഡ്മിസ്ട്രസ്, പിയർ. ടീച്ചർ, പിയർ, ലേണർ. ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ പാർട്ടിസിപ്പൻസ് ആരൊക്കെയാണ്? ടീച്ചർ, പിയർ, ലേണർ എന്നിവരാണ്. ഇനി 13ാമത്തെ ചോദ്യം. എക്സാമിൻ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ഇവിടെ പറയുന്നത് 2 സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ച് നോക്കിയിട്ട് ഏതൊക്കെയാണ് കറക്റ്റ് അല്ലാത്തത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിയാഷെ ഈസ് ആൻ ഇൻഡിവിജ്വൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് while Vygotsky is a social constructivist. Statement B. Both Piaget and Vygotsky emphasizes maturation as a precondition for learning. Statement A alone is correct. Statement B alone is correct. Both the statement A and B are correct. Option D. Both the statement A and B are incorrect. രണ്ട് സ്റ്റേറ്റ്മെൻറ്റും നോക്കണം. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് രണ്ടും കറക്റ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ല, ഇതിൽ ഒരെണ്ണം മാത്രമേ കറക്റ്റുള്ളൂ. അതേതാണ്? ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എ ആണ് കറക്റ്റായിട്ടുള്ളത്. അതായത് പിയാഷെ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കൺസ്ട്രക്റ്റിവിസ്റ്റും വൈഗോട്സ്കി എന്ന് പറയുന്നത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റുമാണ്. അത് ശരിയാണ്. രണ്ടാമത് പറഞ്ഞേക്കുന്നത് പിയാഷെയും വൈഗോട്സ്കിയും പറഞ്ഞിട്ടുണ്ട് ലേണിങ്ങിനെ പ്രീ കണ്ടീഷൻ ചെയ്യുന്നു. മെച്ചുറേഷൻ എന്ന് പറയുന്നത് ലേണിങ്ങിനെ പ്രീ കണ്ടീഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്ത് 14ാമത്തെ ചോദ്യം. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇൻഡക്റ്റീവ് മെത്തേഡ്: drawing out conclusion, complex to simple,
abstract to concrete, unknown to known. ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡ്രോയിങ് ഔട്ട് ഓഫ് ദി കൺക്ലൂഷനാണ്. നമുക്കറിയാമല്ലോ ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ പെർട്ടിക്കുലറിൽ നിന്നും എന്തിലേക്ക് വരുന്നു? ജനറലിലേക്ക് വരുന്നു. അപ്പോൾ പർട്ടിക്കുലറിൽ നിന്നും ജനറലിലേക്ക് വന്ന് ഒരു കൺക്ലൂഷൻ ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഇൻഡക്റ്റീവ് മെത്തേഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡക്റ്റീവിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഡ്രോയിങ് ഔട്ട് കൺക്ലൂഷനാണ് ഇവിടെ ഉത്തരം. ചോദ്യം 15. ചൈൽഡ് അബ്യൂസ് മീൻസ് intentional harm to child, avoiding and beating the child, all actions that are deliberately harmful to child well-being, carelessness and sexual harassment towards that child. ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓൾ ആക്ഷൻസ് ദാറ്റ് ആർ ഡെലിബറേറ്റ്ലി ഹാംഫുൾ ടു ചൈൽഡ്സ് വെൽബീയിങ് ആണ് ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്നത്. 16-ാമത്തെ ചോദ്യം. അക്കോർഡിംഗ് ടു ഓസുബൽ, ലേണിംഗ് ഒക്കേഴ്സ് ത്രൂ ആക്റ്റീവ് ഡിസ്കവറി, വെർബൽ എക്സ്പോസിഷൻ, ഇമിറ്റേഷൻ, പാസീവ് ഒബ്സർവേഷൻ. ആൻസർ ഏതാണ്? ആൻസർ വെർബൽ എക്സ്പോസിഷനാണ്. അതായത് ഓസുബലിൻ്റെ ലേണിംഗ് തിയറിക്കകത്ത് പറയുന്നത് എന്താണ്? വെർബൽ എക്സ്പോസിഷനാണ്. അതായത് വെർബൽ എക്സ്പോസിഷനിലൂടെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതാണ്. അതായത് വിശദീകരിച്ചു കൊടുക്കുക. നമുക്കറിയാം ഓസുബലിൻ്റെതിനകത്ത് പറയുന്നത് എന്താണ്? ഓസുബലിൻ്റെ മീനിങ് ഫുൾ വെർബൽ ലേണിംഗ് ആണ് അല്ലേ? അതായത് പ്രയർ നോളജും ന്യൂ നോളജും തമ്മിലൊരു കണക്ഷൻ ഉണ്ടാക്കി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അവിടെ വിശദീകരണത്തിനാണ് പ്രാധാന്യം വന്നേക്കുന്നത്. അപ്പോൾ ഓസുബലിൻ്റെ ലേണിങ്ങിന് വെർബൽ എക്സ്പോസിഷനാണ് പ്രാധാന്യം വന്നേക്കുന്നത്. 17-ാമത്തെ ചോദ്യം. Working memory is associated with which of the following? Sensory memory, integrated memory, short memory, long-term memory. ആൻസർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഷോർട്ട് ടേം മെമ്മറിയാണ്. വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത് ഷോർട്ട് ടേം മെമ്മറിയാണ്. 18-ാമത്തെ ചോദ്യം. Arun, who is studying in 8th standard, is performing very below his expected level of performance, is said to be underachiever, learning disabled, mentally challenged, socially deprived. ആൻസർ ഏതാണ്? അണ്ടർ അച്ചീവർ ആണ്. അതായത് അവൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലിൽ നിന്നും, അവൻ്റെ പെർഫോമൻസിനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലെവലിൽ നിന്നും അവൻ്റെ ലെവൽ ഒരുപാട് താഴ്ന്നു, പെർഫോമിങ് വെരി ബിലോ ആണ് എന്നുണ്ടെങ്കിൽ അണ്ടർ അച്ചീവർ ആണ്. അതായത് പറ്റും, നേടിയെടുക്കാൻ പറ്റും, പക്ഷേ ഇപ്പോൾ അത് ബിലോ ആണ് എന്നുണ്ടെങ്കിൽ അതെന്താണ്? അത് അണ്ടർ അച്ചീവർ ആണ്. 19-ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് യൂസിങ് ഡിവൈഡഡ് അറ്റൻഷൻ? Reading a sentence and then write notes, continue a work after engaging in another work, driving a car while talking on a cell phone, alternating between listening to a lecture and lecture, underwriting notes. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഡ്രൈവിംഗ് എ കാർ വൈൽ ടോക്കിംഗ് ഓൺ ദി സെൽഫോൺ ആണ് ഇവിടെ വരുന്നത്. ഇതാണ് ആൻസർ. ഡിവിഷൻ ഓഫ് അറ്റൻഷൻ. നമ്മുടെ അറ്റൻഷൻ രണ്ട് കാര്യങ്ങളിൽ കൊടുക്കുകയാണ്. ഡ്രൈവിംഗ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ പഠിക്കുന്നതിനോടൊപ്പം എഴുതുന്നു, അല്ലെങ്കിൽ വായിക്കുന്നതിനോടൊപ്പം എഴുതുന്നു, അതൊക്കെ ഒരേ ഇൻ്റലക്ച്വൽ ലെവലിൽ വരുന്നതാണ് ഇല്ലേ? അത് ഒരേ ഒരു പാത്തിൽ വരുന്നതാണ്. അറ്റൻഷൻ നമ്മൾ രണ്ടിനും കൊടുക്കുന്നുണ്ടെങ്കിലും ഒരേ വേയിലാണ് അത് കൊടുക്കുന്നത്. കേട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ എഴുതുന്നത് ഇല്ലേ? അപ്പോൾ നമ്മൾ കേട്ട കാര്യം എഴുതുമ്പോൾ അവിടെ അറ്റൻഷൻ്റെ ഡിവിഷൻ വരുന്നില്ല. ഇവിടെ എന്താ വരുന്നത്? ഡ്രൈവ് ചെയ്യുക എന്നുള്ളതിൻ്റെ വേറൊരു രീതിക്കാണ്. അതായത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല ഫോണിൽ സംസാരിക്കുന്നത് ഇല്ലേ? അപ്പോൾ അവിടെ ഡിവിഷൻ ഓഫ് അറ്റൻഷനാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇത് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോൾ എന്താണ്? ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് മറന്നു പോകരുത്. അതെല്ലാവരും എന്താണ് നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ്. കാരണം നമുക്കറിയാമല്ലോ ആക്സിഡൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കണം. 20-ാമത്തെ ചോദ്യം. Rahul is a primary school child and he shows excellence in drawing and painting. He is likely to be more dominant in visual spatial intelligence, linguistic intelligence, bodily kinesthetic intelligence,
ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ്. ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇല്ലേ. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പ്രൈമറി സ്കൂൾ ചൈൽഡ് ആണ്. അവരെന്താ എക്സലൻസ് ഇൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്, രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡ്രോയിങ്ങിലും പെയിൻറ്റിങ്ങിലും എക്സലൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഏതാണ് എന്നുള്ളത് നോക്കിക്കേ. വിഷ്വൽ ആൻഡ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, ലിംഗ്വിസ്റ്റിക് ഉണ്ട്, ബോഡിലി കൈനസ്തെറ്റിക് ഉണ്ട്, ഇൻട്രാപേഴ്സണൽ ഉണ്ട്. ഇൻട്രാപേഴ്സണൽ അല്ല എന്ന് നമുക്കറിയാം, ലിംഗ്വിസ്റ്റിക് അല്ല എന്നറിയാം. ബോഡിലി കൈനസ്തെറ്റിക് ആകുമ്പോഴത്തേക്ക് എന്താണ്? നമ്മളുടെ മെയ് വഴക്കമാണ് അവിടെ നോക്കുന്നത് ഇല്ലേ. ഇവിടെ വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോഴോ നമുക്ക് നമ്മളുടെ ഇമാജിനിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ട് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവാണ് വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ് അല്ലേ. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യുമ്പോഴും ഡ്രോയിങ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കാര്യം ഇമാജിൻ ചെയ്ത് അതിനെ നമ്മൾ പേപ്പറിലോട്ട് പകർത്തുകയാണ്. അപ്പോൾ ഇവിടെ ഏത് ഇൻ്റലിജൻസ് ആണ്? വിഷ്വൽ ഓർ സ്പേഷ്യൽ ഇൻ്റലിജൻസ് ആണ്. ഇതൊക്കെ കോമൺ ആയിട്ട് അറിയാമെന്നുള്ളതാണ്. പക്ഷേ എന്നാലും ആ ഒരു ലാസ്റ്റ് സെക്ഷൻ റിവൈസിങ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ എക്സാമിന് പോകുന്ന മുന്നേ ഉള്ള സമയത്തൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് തറവായി വരാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. 21ാമത്തെ ചോദ്യം ടു സ്ട്രെങ്തൻ ദ കണക്ഷൻ ബിറ്റ്വീൻ ദ CS ആൻഡ് ദി CR, ദ CS മസ്റ്റ് ബി ഐഡൻറ്റിക്കൽ ടു ദി US, be different to the US, be followed by the UR, precedes the US. കൺഫ്യൂഷൻ ആവണ്ട, കണ്ണ് തള്ളണ്ട. ഇവിടെ CS, CR, US എന്നത് അല്ലെങ്കിൽ UR എന്നതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? നമുക്കിനി ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം വെച്ചിട്ട് ഒന്നുകൂടി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. എന്താ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. ടു സ്ട്രെങ്തൻ ദ കണക്ഷൻ ബിറ്റ്വീൻ കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആൻഡ് കണ്ടീഷൻഡ് റെസ്പോൺസ്. എന്താണ്? കണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്തായിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ എന്താണ്? ഇവാൻ പാവ്ലോയുടെ ക്ലാസിക്കൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ ഉത്തരം കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൂടി നമുക്ക് നോക്കണം. URഉം അല്ലേ US എന്താണെന്ന് നോക്കണം. US എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്, UR എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആണ് എന്നുള്ളത് ഓർമ്മിച്ചോളാം. അപ്പോൾ അത് നോക്കിക്കേ. എന്താണ്? കണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് റെസ്പോൺസും തമ്മിലുള്ള കണക്ഷൻ സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്തായിരിക്കണം എന്നുള്ളതാണ്. അപ്പം നിങ്ങളിവിടെ ആദ്യം ആലോചിക്കേണ്ടത് എന്താണ്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണ് എന്നാണ്. കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണ്? ബെല്ലാണ് ഇല്ലേ. കണ്ടീഷൻഡ് റെസ്പോൺസ് എന്താണ്? സലൈവ ക്രിയേഷനാണ്, രണ്ടാമതുണ്ടായ സലൈവ ക്രിയേഷനാണ്. അപ്പോൾ ഇനി ഇവിടെ ഇത് സ്ട്രെങ്തൻ ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ. ബി ഐഡൻറ്റിക്കൽ ടു ദി കണ്ടീഷൻഡ് സ്റ്റിമുലസ്, be different to the unconditioned stimulus, be followed by the unconditioned response, precedes the unconditioned stimulus. ആൻസർ കണ്ടുപിടിക്കൂ. ആൻസർ ഏതാണ്? ആൻസർ ഇവിടെ വരുന്നത് പ്രസീഡ്സ് ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. എന്താ പറഞ്ഞത്? പ്രസീഡ്സ് ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് വെച്ചാൽ എന്താണ്? അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആദ്യം കൊടുത്തിട്ട് അതിനൊപ്പമാണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കേണ്ടത് ഇല്ലേ. നമ്മളല്ലേ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഏതായിരുന്നു? ഫുഡായിരുന്നു ഇല്ലേ. ഫുഡിനോടൊപ്പമല്ലേ വെല്ല് കൊടുത്തത്, കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുത്തത്. അതുകൊണ്ടല്ലേ റെസ്പോൺസ് സ്ട്രെങ്തൻ ചെയ്തത്, കണ്ടീഷൻഡ് റെസ്പോൺസ് സ്ട്രെങ്തൻ ചെയ്തത്. അപ്പോൾ അത് വെച്ചിട്ട് പറയുന്നതാണല്ലോ. ഓക്കെ. അപ്പോൾ ഇത് ഭയങ്കര കൺഫ്യൂഷനൊന്നും ആവണ്ട. ഇത് ജസ്റ്റ് എന്താണ് ഗൈഡുകാരൊക്കെ ചോദിച്ചേക്കുന്നതാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ. അപ്പം ഞാനിത് കണ്ടപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇട്ടെന്നേ ഉള്ളൂ. മനഃപൂർവ്വം ആഡ് ചെയ്തതാണ്. കാരണം ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ പേടിച്ചു പോകരുത്. നമ്മൾ ഇതിൻ്റെ 22ാമത്തെ ചോദ്യം. ടീച്ചർ ഹു ട്രൈ ടു ഓറിയൻറ്റ് ദ സ്റ്റുഡൻസ് ടുവേർഡ് അറ്റൈനിങ് ഗോൾസ് ഫോർ promoting learning among children emphasizes natural motivation, intrinsic motivation, extrinsic motivation, achievement motivation. ആൻസർ ഏതാണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണല്ലേ. ഇനി അടുത്ത് 23ാമത്തെ ചോദ്യം. വിച്ച് മെമ്മറി ഈസ് റിലേറ്റഡ് ടു അവർ ഓൺ പേഴ്സണൽ മെമ്മറി? പ്രൊസീജിയറൽ, എപ്പിസോഡിക്, സെമാൻറ്റിക്, ലോജിക്കൽ.
ആൻസർ ഏതാണ്? എപ്പിസോഡിക് ആണ്. ഇനി അടുത്ത 24ാമത്തെ ചോദ്യം. പ്രോബ്ലം സോൾവിംഗ് ഈസ് എ ഹയർ ഓർഡർ കോഗ്നിറ്റീവ് പ്രോസസ് ബിക്കോസ് ഇറ്റ് എംഫസൈസസ് the exercise of all cognitive skills. It occupies the highest position in the hierarchy of learning. It involves active involvement of the learner. It involves the finding of a solution which is unknown. ആൻസർ ഇവിടെ ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ്. ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? പ്രോബ്ലം സോൾവിങ് ഈസ് എ ഹയർ ഓർഡർ കോഗ്നിറ്റീവ് പ്രോസസ്സ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത് ഒരു ഹയർ ഓർഡർ കോഗ്നിറ്റീവ് പ്രോസസ്സാണ് എന്നുള്ളത്, ഇല്ലേ? അത് ഏതിലാണ് പഠിച്ചിട്ടുള്ളത്? ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിങ്ങിനകത്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ കോഗ്നിറ്റീവ് സ്കിൽസ്, എല്ലാ കോഗ്നിറ്റീവ് സ്കിൽസും എക്സസൈസ് ചെയ്യുന്ന ഒരു ലെവലാണ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ഹയർ കോഗ്നിറ്റീവ് പ്രോസസ്സ് എന്ന് പറയാൻ കാരണം. അല്ലാതെ ഹയസ്റ്റ് പൊസിഷനിൽ വന്നത് കൊണ്ടൊന്നും അല്ല നമ്മൾ ഇത് ഹയസ്റ്റ് ആണെന്ന് പറയാൻ കാരണം. എല്ലാ സ്കില്ലുകളും കോഗ്നിറ്റീവ് സ്കില്ലുകളും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രോബ്ലം സോൾവിങ് ഹയസ്റ്റ് പൊസിഷനിൽ വന്നത്. ഇനി അടുത്ത 25ാമത്തെ ചോദ്യം. സ്റ്റുഡൻസ് ആർ ആസ്ക്ഡ് ടു ഡ്രോ എ ലേണിംഗ് കർവ് for analyzing their achievement. Which of the following should be criteria for drawing the curve? Interest versus attention, motivation versus learning, performance versus time, achievement versus habit. ആൻസർ ഏതാ ഇവിടെ വരുന്നത്? ആൻസർ വരുന്നത് പെർഫോമൻസ് വെസസ് ടൈം ആണ്. ഇവിടെ എന്താ പറയാൻ കാരണം? ഇവിടെ നമ്മുടെ ലേണിംഗ് കർവ് എന്ന് പറയുന്നത്, ലേണിംഗ് കർവ് എന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലാക്കണം. ലേണിംഗ് കർവിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ അതൊന്ന് പോയി കാണുക. ലേണിംഗ് കർവിൽ പറയുന്നതെന്ന് വെച്ചാൽ ഓരോ ടൈമിനനുസരിച്ച് പെർഫോമൻസിൽ വരുന്ന മാറ്റങ്ങൾ, അതായത് നമ്മൾ ഒരു കുട്ടി പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന ടൈമും ആ പഠിക്കുന്ന ടൈമിനനുസരിച്ച് കുട്ടി എത്രത്തോളം പഠിക്കുന്നുണ്ട് എന്നൊക്കെ കാണിക്കുന്ന ഒരു കർവാണ് ലേണിംഗ് കർവ്. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് പെർഫോമൻസും ടൈമുമാണ്. അതായത് എക്സ് ആക്സിസും വൈ ആക്സിസിലും നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് പെർഫോമൻസും ടൈമുമാണ്. ഇനി അടുത്ത 26ാമത്തെ ചോദ്യം. In a student-centered classroom, the teacher should plan different learning experience, provide freedom for active learning, manage student problems, all of the above. ആൻസർ ഏതാണ്? ആൻസർ അവിടെ വരുമ്പോൾ ഓൾ ഓഫ് ദി എബവ് ആണ്, അല്ലേ? ഓൾ ഓഫ് ദി എബവ് ആണ്. കാരണം എന്തുകൊണ്ടാണ്? ഡിഫറെൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസസ് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ലേണർ സെൻറ്റേർഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. ഫ്രീഡം കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്, ആക്റ്റീവ് ലേണിങ്ങിനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്? സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. സ്റ്റുഡൻസിൻ്റെ പ്രോബ്ലംസിനെ മാനേജ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ ഓൾ ഓഫ് ദി എബവ് ആണ്. 27ാമത്തെ ചോദ്യം. Closure, nearness, similarity and continuation are categories of Gestalt organization, cognitive style, cognitive organization, learning style. ആൻസർ ഏതാണ്? ആൻസർ ഇവിടെ വരുന്നത് ജസ്റ്റാൾട്ട് ഓർഗനൈസേഷൻ ആണ്. നമ്മൾ ഓൾറെഡി ഈ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് കണ്ടിന്യൂവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ക്ലാസ് പോയി കാണുക. ഇത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ ഇത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതായത് ജസ്റ്റാൾട്ട് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. 28ാമത്തെ ചോദ്യം. ഇഫ് എ ടീച്ചർ വാണ്ട്സ് ടു അഡോപ്റ്റ് സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഇൻ ഹിസ് ക്ലാസ് റൂം, ഹി ഷുഡ് യൂസ് ലെക്ചർ മെത്തേഡ്, കമ്പ്യൂട്ടർ അസിസ്റ്റീവ് ലേണിംഗ്, പിയർ ലേണിംഗ്, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. ആൻസർ ഇവിടെ ഏതാണ്? ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ ആണല്ലേ. ടീച്ചർ സെൻറ്റേർഡ്, ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് സെൻറ്റേർഡ് ആയിട്ടുള്ള ലേണിംഗ് സ്ട്രാറ്റജീസ് ക്ലാസ്സിൽ യൂസ് ചെയ്യണമെങ്കിൽ ആ ടീച്ചർ അവിടെ എന്ത് ചെയ്തിരിക്കണം? ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കുട്ടികൾക്ക് കൊടുക്കുക. 29ാമത്തെ ചോദ്യം. ദ കോൺസെപ്റ്റ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ദി ക്ലാസ് റൂം, എൻകറേജസ് സ്ട്രിക്റ്റ് ഡിസിപ്ലിൻ,
includes homogeneity in classroom, include teacher from marginalized group. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം ആണ് അല്ലേ? സെലിബ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ക്ലാസ് റൂം ആണ്. 30ാമത്തെ ചോദ്യം, ഇഫ് എ ടീച്ചർ ഈസ് നോട്ട് ഏബിൾ ടു ആൻസർ ദ ക്വസ്റ്റ്യൻ റേസ്ഡ് ബൈ പീപ്പിൾ, റിബൂക്ക് ദ പീപ്പിൾ, സേ ദാറ്റ് ദ ക്വസ്റ്റ്യൻ ഈസ് റോങ്, ഫീൽ ഷൈ ഓഫ് ഹിസ് ഇഗ്നോറൻസ്, he should say that he will answer after consultation. ഉത്തരം ഇവിടെ ഏതാണ്? he should say that he will answer after consultation ആണ്. ഇവിടെ എന്താ പറയുന്നത്? ഒരു ടീച്ചർ കുട്ടി എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിയുമ്പോൾ ടീച്ചറിന് ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ ടീച്ചർ അവിടെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. റീബൂക്ക് ദ പീപ്പിൾ എന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? കുട്ടിയെ വിമർശിക്കുക, കുട്ടിയെ വഴക്ക് പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ടേം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചുക. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പേടിച്ചു പോകരുത്. അപ്പോൾ റീബൂക്ക് ദ പീപ്പിൾ എന്ന് പറയുമ്പോൾ ശാസിക്കുക. സേ റോങ്, ആ ക്വസ്റ്റ്യൻ റോങ് ആണെന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ തന്നെ നാണം കൊണ്ട്, ഇഗ്നോറൻസ്, നമുക്ക് അറിയാത്തത് കൊണ്ട് നമുക്ക് ഷൈ ആയി നിൽക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നമ്മൾ പറയണം, അത് നമ്മൾ റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമ്മളത് കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാമെന്ന് പറയണം. അപ്പോൾ അതാണ് ഒരു ടീച്ചറുടെ ക്വാളിറ്റിക്കകത്ത് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ, 30 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്കിതിന് ആൻസർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. അടുത്ത മോക്ക് ടെസ്റ്റിനായിട്ട് കാത്തിരിക്കുക. ഇനിയും നമുക്ക് ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ ഒരുപാട് ചെയ്യും. അപ്പോൾ ഇതുപോലുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അപ്പോൾ എന്നുള്ളത് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു ടോപ്പിക് ചെയ്യുന്നുണ്ട്. അത് എല്ലാം ഓൾറെഡി ഓക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഉടനെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഉടനെ തന്നെ ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇതുപോലെ മോക്ക് ടെസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കും. കാണുക, സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ പറയുന്നത് എനിക്ക് നിങ്ങളുടെ കമൻറ്റുകൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ലൈക്കിനൊക്കെ ഭയങ്കര പിശുക്കാം. അപ്പോൾ എന്താ, നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ എന്താ, ഒന്നുമില്ല. അപ്പോൾ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരേക്കും ഇറ്റ്സ് ബൈ ഫ്രം ജസ്ന.